അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ചായിരുന്നു. ഒപ്പം ഈ പരാതിക്കാരി അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. സ്വാഭാവികമായും പരാതിക്കാരിക്ക് അതിനകത്ത് കൺസേൺ ഉണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. യെസ്, അപ്പൊ അതിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്, കാരണം ഇത് ആദ്യമായല്ല ഒരു രാഹുൽ അനുകൂല നിലപാട് ശ്രീനാദേവി കുഞ്ഞമ്മ എടുക്കുന്നത്. മാത്രമല്ല, പരാതിക്കാരി പറഞ്ഞ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് അവർ ആ വീഡിയോയിൽ രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു അധിക്ഷേപമായി തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഇനി എങ്ങനെ കാണാനാണ് സാധ്യത? പ്രത്യേകിച്ച് CPI വിട്ട് ഇതാ ഇങ്ങോട്ട് എത്തിയ നേതാവ് കൂടിയാണ് ശ്രീനാഥ്. ആഹാ, അത് കൊള്ളാലോ. പരാതി KPCC പ്രസിഡന്റിന്. ആദ്യത്തെ പരാതിയോ അത് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി. എന്നാൽ ശ്രീനാദേവി കുഞ്ഞമ്മ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരാതി നൽകിയിരിക്കുന്നത് KPCC പ്രസിഡന്റിന്. അതൊരു കളിയാണ്. ഈ പരാതിയും മൂന്നാമത്തെ പരാതിയും കോടികൾ കൊടുത്ത് CPM വിലക്ക് വാങ്ങിയ പരാതിക്കാരിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഓൺലൈനിൽ രാഹുലിനെതിരെ പരാതി കൊടുത്ത ആൾക്ക് തന്നെ അധിക്ഷേപിച്ചു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നൽകേണ്ടത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനോ നിയമ സംവിധാനത്തിനോ ഇനി കോടതിക്ക് വേണമെങ്കിൽ പോലും ഒരു പരാതിയായിട്ട് കോടതിക്ക് മുന്നിൽ പോലും അത് ഉന്നയിക്കാം. അങ്ങനെ ഓപ്ഷൻ ഉള്ള വ്യക്തി, അതറിയാവുന്ന വ്യക്തി, പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയ വ്യക്തി തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ പരാതി എന്തിനാണ് KPCC പ്രസിഡന്റിന് കൊടുക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞ ഈ ഗൂഢാലോചനക്കുള്ള തെളിവ്. ഇതൊരു ട്രാപ്പാണ്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ CPI വിട്ട്, സഖാക്കളെ വിട്ട്, LDF-നെ വിട്ട് UDF ക്യാമ്പിലേക്ക് കടന്നു വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മക്കിടയിലും കോൺഗ്രസിനിടയിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഇത് KPCC-യെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കൊണ്ട് കോൺഗ്രസ് എവിടെയും ഒരു രീതിയിലും ഒരു അർത്ഥത്തിലും പ്രതിരോധത്തിലായിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഈ പരാതി വരുന്നതിന് മുമ്പും അറസ്റ്റ് നടക്കുന്നതിന് മുമ്പും അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് പുറത്തുള്ള ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന അറസ്റ്റ് എന്നുള്ള രീതിയിൽ അത്രയേ അവരതിനെ കണ്ടുള്ളൂ. അവർ യാതൊരു രീതിയിലും അതിലൊരു പ്രതിരോധവും കോൺഗ്രസിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോ കോൺഗ്രസിന്റെ പേരിൽ ഒരു പ്രതിരോധം, ഒരു സമ്മർദ്ദം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് പരാതി KPCC പ്രസിഡന്റിന്. എന്നാ പിന്നെ പരാതിക്കാരിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്കോ DGP-ക്കോ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഒരു SIT ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ ഇതൊന്നും കൊടുക്കാതെ KPCC പ്രസിഡന്റിന് അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത് ഈ ഗൂഢാലോചനയുടെ അടുത്ത തെളിവാണ്. കാരണം പരാതിക്കാരിയെ വില കൊടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ 10 കോടി കൊടുത്ത് പരാതിക്കാരിയെ ഉണ്ടാക്കിയതുപോലെ, സ്ത്രീകളെ മുന്നിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോടികൾ എറിഞ്ഞു കൊടുത്തിട്ടാണ് പരാതിക്കാരിയെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇനി ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ആ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഇന്നലെ നിങ്ങളെ ഫുള്ളായിട്ട് കേൾപ്പിച്ചതുമാണ്. വീണ്ടും ഞാൻ ഇതിവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല. കാരണം അതൊരു 4 മിനിറ്റ് 5 മിനിറ്റോളം വരുന്ന ക്ലിപ്പുണ്ട്. കാരണം ഒരു മണിക്കൂർ 15 മിനിറ്റ് 14 മിനിറ്റ് ലൈവിൽ വന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ആ ലൈവിൽ ഉടനീളത്തിൽ ഒരു 5 മിനിറ്റ്, ഒരു അറൗണ്ട് കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു 5 മിനിറ്റോളമാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് രാഹുലിനെതിരെയുള്ള അന്വേഷണം, അയാൾ ഒരു നിയമസഭാ സാമാജികനായതുകൊണ്ട് അന്വേഷണം നടക്കേണ്ടതാണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം, അയാൾ ഇത്തരത്തിൽ അന്വേഷണത്തിന് വിധേയനാകേണ്ട വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ പറയുന്ന പരാതിക്കാരിയോടൊപ്പമാണ്, അതിജീവിതയോടൊപ്പമാണ്, ഇരയോടൊപ്പമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഈ പരാതികളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു ഓക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, ആ ഓക്കെ അല്ലെങ്കിൽ ഒരു യെസ് സമ്മതം മൂളിയിരുന്നുവെങ്കിൽ ആദ്യത്തെ പരാതിക്കാരി ശ്രീനാദേവി കുഞ്ഞമ്മ ആകുമായിരുന്നു. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മയെ സഖാക്കൾ സമീപിച്ചിട്ടുണ്ട്.
പലതും ഓഫർ ചെയ്തിട്ടുണ്ട്, കോടികൾ ഓഫർ ചെയ്തിട്ടുണ്ട്, സാങ്കല്പിക ഇരയാകണമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാഹുലിനെതിരെ പരാതി നൽകണമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഫറുകളൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ നിരസിച്ചു, നോ പറഞ്ഞു. തന്റെ മനസാക്ഷിക്ക് എതിരായിട്ട് താനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അന്ന് അതുകൊണ്ട് മാത്രം ശ്രീനാദേവി കുഞ്ഞമ്മ പരാതിക്കാരിയായില്ല. അതിനു പകരം അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പരാതിയായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരാൾ പരാതിക്കാരിയാകുമായിരുന്നില്ല. അപ്പോ അത്തരത്തിലൊരു പരാതി വരുമ്പോ ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഒരു അനുഭവം ഉള്ളപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ, കാരണം അവർക്കുള്ള അനുഭവമാണ് അവർ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്, ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത്. അതല്ലാതെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് പാടില്ല, എന്നെ സംശയിക്കാൻ പാടില്ല, ഞാൻ പണം വാങ്ങിയെന്ന് പറയാൻ പാടില്ല, എന്നോടാരും ചോദ്യങ്ങൾ ചോദിക്കരുത്, എൻ്റെ എത്തിക്കൽ വാല്യൂകളെയും എൻ്റെ മൊറാലിറ്റിയെയും കുറിച്ച് ആരും ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ മറ്റൊന്ന് പറഞ്ഞത് ഈ പറയുന്ന വിവാഹ ബന്ധത്തെക്കുറിച്ചും അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളെ കുറിച്ചുമാണ്. അവിടെ ഉണ്ടാകേണ്ട മൂല്യങ്ങളെ കുറിച്ചും എത്തിക്കൽ വാല്യൂസിനെ കുറിച്ചുമാണ്. അപ്പോ അതൊക്കെ പറയുമ്പോൾ പലർക്കും പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഇതൊരു ആയുധമാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് കോൺഗ്രസിനെ ഒരു നിലയിലും അത് ബാധിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ ഒരു പരാതി പോയി ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി ഇടുക എന്ന് വേണം പറയാൻ. അതാണ് പറയേണ്ടത്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ എവിടെയും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അവരുടെ അനുഭവത്തിന്റെ പുറത്ത്, അവർക്കുണ്ടായ എക്സ്പീരിയൻസിന് പുറത്ത് അവർ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത്. അതല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഇതൊരു പദ്ധതിയാ. എന്താ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ എന്താണ്? ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി, മൂന്നാമത്തെ പരാതി ഡയറക്റ്റ് പോയത് എവിടുക്ക? മുഖ്യമന്ത്രിക്കാണ് ഓൺലൈനായിട്ട് പരാതി കൊടുത്തത്. ഈ പറയുന്ന പരാതിക്കാരിക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ അങ്ങനെ അധിക്ഷേപിച്ചു എന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും എവിടെ കൊടുക്കണം? മുഖ്യമന്ത്രിക്ക് മുന്നിൽ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ KPCC പ്രസിഡന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ പരാതിയും KPCC പ്രസിഡന്റിന് കൊടുക്കണമായിരുന്നു. ആദ്യത്തെ പരാതി KPCC പ്രസിഡന്റിന് കൊടുത്തോ? ഇല്ല. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ താല്പര്യമുണ്ട്. കാരണം ആദ്യത്തെ പരാതി KPCC പ്രസിഡന്റിന് കൊടുത്താൽ അത് KPCC പ്രസിഡന്റ് അറിയും, കോൺഗ്രസ് അറിയും, വാർത്താ മാധ്യമങ്ങൾ അറിയും. KPCC പ്രസിഡന്റ് അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയ ഉടനെ KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ വിളിച്ചു പറയും, എനിക്കിങ്ങനെ ഒരു പരാതി കിട്ടി, ഞാൻ ആ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി എന്ന് പറയും. അങ്ങനെ അത് പുറത്തറിയുമ്പോൾ രാഹുൽ അറിയും, രാഹുൽ കോടതിയിൽ പോകും, ഈ അറസ്റ്റ് നടക്കില്ല, ഈ വേട്ട നടക്കില്ല, ഈ പച്ചയിറച്ചി കൊത്തി തിന്നൽ നടക്കില്ല, ഈ തലക്കെട്ടുകൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോ അവിടെ എന്ത് വേണം? അവിടെ രാഹുലിനെ പൂട്ടണം, അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുപ്പിച്ചു. അതുപോലെ ഇപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മ അധിക്ഷേപിച്ചു എന്ന് പരാതി അത് കോൺഗ്രസിനും കൊടുപ്പിച്ചു. കാരണം അറസ്റ്റ് ഉണ്ടായിട്ടും കോൺഗ്രസിന് ഒന്നും അറിഞ്ഞതുപോലുമില്ല. കോൺഗ്രസിന്റെ മുകളിൽ ഒരു സമ്മർദ്ദവുമില്ല, ഒരു പ്രതിരോധവുമില്ല. അപ്പൊ കോൺഗ്രസിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കണം, അവർക്ക് മേലൊരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്താ വഴി? അതിന് KPCC പ്രസിഡന്റിന് പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ മുഖ്യമന്ത്രിക്ക് ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അയാൾക്ക് തന്നെ ഉണ്ടാവുന്ന രണ്ടാമത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനാണെങ്കിലും പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അത് സമ്മതിക്കോ? ഇല്ല. പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അത് കോൺഗ്രസിന് KPCC പ്രസിഡന്റിന് കൊടുക്കണം, അല്ലെങ്കിൽ VD സതീശന് കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ആ പരാതി തന്നെ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതൊരു അധിക്ഷേപമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയേണ്ടത്. അവർക്കുണ്ടായ എക്സ്പീരിയൻസിന് പുറത്ത് ഒരു കാര്യം പറയുമ്പോൾ അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വേണം. അതിനപ്പുറത്തേക്ക് അവർക്കെതിരെ പരാതി കൊടുക്കുകയല്ല വേണ്ടത്. ഇതിന് നമ്മൾ നാട്ടിൽ പറയുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഒരു കാര്യം ഇവിടെയും നമുക്ക് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഈ പറയുന്ന പരാതിക്കാര്
ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയും വലിയ സമ്മർദ്ദങ്ങളും വലിയ വിലപേശലുകളും വലിയ ഓഫറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. അത് ഈ പരാതി നമ്മൾ അറസ്റ്റിലേക്ക് പോയപ്പോഴും രാഹുലിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അന്ന് മുതൽ നമ്മൾ പറയുന്നതാ. കാര്യം എന്താ? അതുകൊണ്ടാണ് ആ പരാതി വളരെ രഹസ്യമാക്കി വെച്ചു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ വരെ വളരെ രഹസ്യമായി പൂർത്തീകരിച്ചു. എന്നിട്ട് രാഹുലിനെ നട്ടപ്പാതിലേക്ക് പോയി അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ വളരെ രഹസ്യമായിരുന്നു. അറസ്റ്റ് രാഹുലിനെ കയ്യിൽ കിട്ടിയതിൽ പിന്നെയാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നും പുറം ലോകം അറിയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന. മനസ്സിലായില്ലേ? കാരണം ഒന്നും രണ്ടും പരാതികൾ ഉണ്ടായപ്പോഴല്ല, അത് ഉണ്ടാക്കിയതാണ്. ആ 1-2 പരാതികൾ ഉണ്ടാക്കിയപ്പോൾ ആ ഉണ്ടാക്കിയ ആളുകൾ ആഗ്രഹിച്ചത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിയെടുത്ത് അകത്തിടും. അത് സ്വപ്നം കണ്ടവരാ. പക്ഷേ അത് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ രീതിയിൽ അത് കോടതിയിലെത്തിയപ്പോൾ ആ അവസരത്തിൽ തന്നെ കോടതി പറയുന്നു, ഇതിന് ബലാത്സംഗമല്ല, പീഡനമല്ല, ഇത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ലൈംഗിക ബന്ധം മാത്രമാണ്. അപ്പോൾ പീഡനം എന്നുള്ള ബലാത്സംഗം എന്നുള്ള പരാതി തന്നെ അവിടെ പൊളിഞ്ഞു പോവുകയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൂന്നാമത്തെ ഒരു പരാതി ഉണ്ടാക്കി. അത് പുറം ലോകം അറിഞ്ഞാൽ രാഹുലിനെ തൂക്കാൻ കഴിയില്ല, സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല, രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാം വളരെ രഹസ്യം. എന്നിട്ടോ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴോ എന്താ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിന്റെ സ്റ്റാർഡം, താരപരിവേഷം അതിങ്ങനെ വളർന്ന് പന്തലിക്കുന്ന അവസ്ഥ. മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിലോ വളരെ ഈസി ആയിട്ട് ഒരു പ്രതിസന്ധിയോ ഒരു സമ്മർദ്ദമോ ഇല്ലാതെ അവരങ്ങനെ വലിയ മുന്നേറ്റവും നടത്തുന്നത് കാണുകയാണ്. അപ്പോ ഒരു കാര്യം കൂടി, ഇനി ഒരു നീക്കം കൂടി നടത്തി നോക്കാം. എന്തെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ തകർക്കാൻ കഴിയോ, രാഹുലിനെ തകർക്കാൻ കഴിയോ? എന്തായി? ഒരു പരാതി KPCC പ്രസിഡന്റിന്. നിങ്ങളുടെ ശ്രീനാദേവി കുഞ്ഞമ്മ, നിങ്ങളുടെ നേതാവ് എന്നെ അധിക്ഷേപിച്ചു. ആഹാ, കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷേ 8 നിലയിൽ പൊട്ടും. ഇതും ഇനിയിപ്പോൾ നാളെ 2 ദിവസം കസ്റ്റഡിയിലൊക്കെ കോടതി തന്നിട്ടുണ്ട്. ശരിയാണ്, രാഹുൽ വളരെ കൂളാണ്, ഈസ് ഹാപ്പി, വളരെ സന്തോഷവാനായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് അയാൾ നടന്നു നീങ്ങുന്നുണ്ട്. ഇനി നാളെ കഴിഞ്ഞ് കോടതി വീണ്ടും രാഹുലിൻ്റെ ജാമ്യം പരിഗണിക്കും. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങോട്ട് പോകും, ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങോട്ട് പോകും. അതൊക്കെ പോകുമ്പോൾ അവിടെ കോടതികൾ പലതും തീരുമാനിക്കും. അതോടുകൂടി ഈ പരാതിയും സ്വാഹ.